നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. നൈസ് പത്തിരി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളൊക്കെ പത്തിരി ഉണ്ടാക്കുന്ന, പിന്നെ എന്തിനാ ഈ പത്തിരി കൊണ്ട് വന്നിരിക്കുന്നത് അല്ലേ? സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പൊടി വേവിക്കുന്നതും പരത്തുന്നതും ഒക്കെ കൊണ്ടാണത്. എന്നാൽ ഇന്ന് നമുക്ക് വളരെ ഈസിയായി ടേസ്റ്റി ആയിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഈസി നൈസ് പത്തിരി ഉണ്ടാക്കുന്നതെന്ന്. നൈസ് പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പത്തിരിപ്പൊടി. ഇത് 3 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 200 ml കപ്പിൽ 3 കപ്പാണ്. ഇത് ഞാൻ മില്ലിൽ പൊടിപ്പിച്ച് വറുത്തിട്ടുള്ള പൊടിയാണ്. അത് നിങ്ങൾക്ക് പാക്കറ്റ് പൊടിയാണ് നിങ്ങളെടുത്തുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. വെള്ളത്തിന്റെ അളവ് ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരും. അതൊക്കെ നിങ്ങൾ ഒഴിച്ച് കുഴയ്ക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 3 കപ്പ് പൊടിക്ക് ഞാൻ 5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് വെക്കണം. നല്ല തിളച്ച വെള്ളം വേണം ഇത് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. ഉപ്പ് 3 ടീസ്പൂൺ. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. ഇത്രയും സാധനങ്ങൾ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുഴിഞ്ഞ പാത്രത്തിലേക്ക് പത്തിരിപ്പൊടി എടുത്ത് അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾ പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചാലും മതി. ഇപ്പൊ നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ടീസ്പൂണിന്റെ ബാക്ക് സൈഡ് ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പൊടിയുടെ എല്ലാ ഭാഗത്തോട്ടും വെള്ളം ആയെന്ന് നോക്കണം കേട്ടോ. സാധാരണ നാട്ടിലൊക്കെ പൊടി ഇതിങ്ങനെ പത്തിരിക്ക് കുഴയ്ക്കുന്നത് തിളച്ച വെള്ളത്തിലോട്ട് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കുഴച്ചിട്ട് അടച്ചു വെച്ച് പൊടി ഒന്ന് വേവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്കിതിങ്ങനെ ഉണ്ടാക്കിയിട്ടും നല്ല പത്തിരി തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. മറ്റേതാകുമ്പോൾ കുറച്ചൊരു നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ചൂടോടെ തന്നെ അടച്ചു വെച്ച് കൊടുക്കുക. അതൊന്ന് അവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയത്തുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. തണുത്തോന്ന് ഏകദേശം ഒന്ന് കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ പരന്ന പാത്രമാണ് ഉള്ളതെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കുഴച്ചാലും മതി. പിന്നെ ഇതിനകത്ത് കൊള്ളാത്തതുകൊണ്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കാൻ പോവാണേ. എന്നിട്ട് നന്നായിട്ട് ഇതിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അമർത്തി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒഴിക്കട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കണം കേട്ടോ. തുറന്നങ്ങ് വെച്ചേക്കരുത്. ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കണം കേട്ടോ. തുറന്ന് വെച്ചേക്കല്ലേ. ഇത് നമുക്ക് മാവെടുത്ത് ഉരുട്ടി ബോളാക്കി വെക്കാം. ഒരുപാട് എണ്ണം എടുത്ത് ബോളാക്കി വെക്കരുത്. അപ്പം ആ എയർ കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം 2-3 എണ്ണമൊക്കെ മാത്രം ബോളാക്കി വെച്ചാൽ മതി. ഇപ്പം നമുക്ക് പത്തിരി പരത്താൻ തുടങ്ങാം. ഇപ്പം സാധാരണ നാട്ടിലൊക്കെ പത്തിരി പരത്തുന്നത് ചപ്പാത്തി റോള് കൊണ്ട് പൊടി ഇട്ടിട്ട് മാവില് ഉരുളയിൽ പൊടിയൊക്കെ ഇട്ടിട്ട് ചപ്പാത്തി റോള് കൊണ്ട് പരത്തിയിട്ടാണ് എടുക്കാറ്. പക്ഷെ ഇത് നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറ്, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കവർ എടുത്താൽ മതി. അതെടുത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉരുളയെടുത്ത് ഒന്ന് പരത്തിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് 2 ഫോൾഡ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് മടക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിന്റെ അടപ്പോ എന്തെങ്കിലും പ്ലേറ്റോ എന്തെങ്കിലും എടുത്താൽ മതി. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. എത്ര എളുപ്പത്തിലാണ് നമ്മൾ നൈസായിട്ട് പത്തിരി പരത്തി വെച്ചിട്ടുണ്ട്.
നമ്മൾ ഓരോ പ്രാവശ്യവും എണ്ണ ഒഴിച്ച് തേക്കൊന്നും വേണ്ട. ആദ്യം ഒരു പ്രാവശ്യം എണ്ണ ഒഴിച്ചത് മാത്രമേ ഉള്ളൂ ഈ പ്ലാസ്റ്റിക്കിൽ. ലാസ്റ്റ് വരെ അങ്ങനെ ഒഴിച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ മേലെ പറ്റി പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തടവി കൊടുത്താൽ മതി. നമുക്ക് വേണ്ട ഇങ്ങനെ അങ്ങ് എടുക്കാം. കണ്ട, ഇത് നമുക്ക് തവയിലിട്ടിട്ട് അടുത്ത് ചുട്ടെടുക്കാം. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. സൈഡ് ആയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുണ്ട്, ഈ സൈഡ് ഒരുപാടങ്ങ് ആവാതെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എത്ര എളുപ്പത്തിലാണ് നമ്മൾ പരത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ ഞാൻ പരത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുമിച്ചാണ് ചെയ്യാറ്. പത്തിരി ഒരെണ്ണം പരത്തിയിട്ട് അത് അടുപ്പത്ത് വെച്ച് ആ സമയത്ത് അടുപ്പത്ത് ആവുന്ന സമയത്ത് മറ്റേ പത്തിരി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടതുകൊണ്ട് അത് ആദ്യം ചെയ്തിട്ട് ഇപ്പം ഇതിങ്ങോട്ട് മാറ്റിയതാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സാധാരണ ഇത് ഈ പരത്തുന്നതും കുഴയ്ക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ മടിയായിട്ട് അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാത്തത്. ഇത് പത്തിരി ചിക്കൻ കറി, നമ്മുടെ ചിക്കൻ പെരട്ടില്ലേ മുമ്പ് ഉണ്ടാക്കിയ ആ ചിക്കൻ പെരട്ടൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പം ഏകദേശം കുറച്ച് അവിടെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ കുറച്ച് സമയമായി കേട്ടോ. കണ്ടോ, അത് ഈ സൈഡൊക്കെ കണ്ട കുറച്ച് ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നതുണ്ട്. അത് പൊങ്ങി വരുന്നുണ്ടോ? കണ്ട, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, അത് നമുക്കിത് ഒരു കാസറോളിലേക്കോ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കണം. ഈ ഓരോ അടച്ചാക്കിയിട്ട് വെക്കണം, തുറന്നു വെച്ചേക്കരുത്. അപ്പോൾ സോഫ്റ്റ്നെസ് ഒന്ന് കുറഞ്ഞു പോകും. ഇതിപ്പോ വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ലെയറായിട്ട് വന്നിരിക്കുന്ന കണ്ടോ, 2 ലെയറാണ് ഇതിന്റെ. കണ്ടോ, പൊങ്ങി വരുന്നതാണ്ട. ഞാനിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം കേട്ടോ. കണ്ടോ പൊങ്ങിയത്. അപ്പം നമുക്ക് പത്തിരിയും ചിക്കൻ പെരട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ലെയറായിട്ട് വരുന്ന പത്തിരിയാണ്. കണ്ടോ, ലെയറായിട്ട് വന്ന് ഇത് മുറിച്ചെടുത്ത് തേങ്ങാക്കൊത്തൊക്കെ കൂട്ടി ചിക്കൻ പീസ് കൂട്ടി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. മാവ് ഉണങ്ങിപ്പോവരുത്. നിങ്ങൾ ഓരോ പ്രാവശ്യം ഉരുട്ടി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉരുട്ടിയിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് പത്തിരി ചിക്കൻ പെരട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.